Hi, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു ഓട്ടോഡെസ്ക് റിവിറ്റ് ആർക്കിടെക്ചർ ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഡോർമർ ക്രിയേഷൻ ആണ്. ഈ സ്ലോപ്പ് റൂഫിൻ്റെയൊക്കെ മുകളിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. ക്ലാസ് ഒന്നും മിസ്സാവത്തില്ല. ഓക്കെ, ഞാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാണ്. ഒരു പ്ലെയിൻ ഡീഫോൾട്ട് മെട്രിക്കിൽ പ്ലെയിൻ ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം നമുക്ക് എലിവേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, യൂണിറ്റ് ഞാൻ മില്ലിമീറ്ററിലാണ് നടക്കുന്നത്, ഞാൻ സെൻറ്റിമീറ്ററിലോട്ടൊന്ന് മാറ്റുകയാണ്. ഓക്കെ, ഇത് നമുക്കൊരു 300 കൊടുക്കാം. ദെൻ ഞാൻ ലെവൽ 1 വന്നിട്ട് ചെറിയ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ് കേട്ടോ. ഒരു വോൾ എടുത്ത് ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ ചെറിയൊരു സ്ട്രക്ചർ വരയ്ക്കാം. ഓക്കെ, ലെവൽ 2 കൊടുത്തു. 3D ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്കൊന്ന് റൂഫ് കൊടുത്തു നോക്കാം. റൂഫ് കൊടുക്കാനായിട്ട് ഞാൻ ലെവൽ 2 വന്നു. അല്ലെങ്കിൽ നിങ്ങൾ ലെവൽ 1 തന്നെ ഓപ്പൺ ചെയ്തിട്ട് റൂഫ് വരയ്ക്കുമ്പം ഇവിടെ ചോദിക്കും ലെവൽ 2 വരയ്ക്കേണ്ടതെന്ന്. അപ്പോൾ അതങ്ങ് എസ് കൊടുത്താൽ മതി. അപ്പോൾ ലെവൽ 2 ഓൾറെഡി ഇവിടെ സെറ്റ് ആയിക്കോളും. ഒരു 60 സെൻറ്റിമീറ്റർ ഓഫ് സെറ്റ് ഇട്ടിട്ട് സ്ലോപ്പ് ഡിഫൈൻ സ്ലോപ്പ് ഓഫാണ്. ഒരു സ്ലോപ്പ് റൂഫാണ് വരയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് മുകളിൽ അറ്റാച്ച് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തിട്ട് SA ടൈപ്പ് ചെയ്താൽ ഒരു SA കേട്ടോ, കമാൻഡാണ്. SA എന്ന് ടൈപ്പ് ചെയ്താൽ എല്ലാം ആ ഫാമിലുള്ള എല്ലാം ഇനി എത്ര ബോൾ വരച്ചാലും അതെല്ലാം സെലക്ട് ആവും. അറ്റാച്ച് ടു ടോപ്പ് ബേസ്. സോ എന്നിട്ട് ഞാൻ നമ്മുടെ ഈ റൂഫ് കൊടുത്തു. അപ്പം അത് മുകളിൽ അറ്റാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് സൗത്ത് എലിവേഷനിലോട്ടൊന്ന് പോവാം. എനിക്കൊരു ഡോർമർ വേണം ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട്. ഓക്കെ, അപ്പം ഞാനത് എടുത്തു, ലെവൽ എടുത്തു, ജസ്റ്റ് ഒരു ലെവൽ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു ലെവൽ വരച്ചു. ദെൻ ലെവൽ 1 വന്നു. നമുക്ക് ജസ്റ്റ് ഇനി ഡോർമർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ഡയമെൻഷനിലോ വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടുന്ന് വോൾ എടുത്തു. വോൾ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 180 കൊടുക്കാം. 200. ഓക്കെ, ഇങ്ങനെ ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലെവൽ 1 ആണ്. ഞാൻ ലെവൽ 2 കൊടുത്തു. ദെൻ ടോപ്പ് എന്ന് പറയുന്നത് ലെവൽ 3 കൊടുത്തു. ഓക്കെ, ദെൻ 3D നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഒരു റൂഫ് വരയ്ക്കണം. അതിനായിട്ട് ഞാൻ വീണ്ടും ലെവൽ 1 വന്നു. അപ്പം അവിടെ ആ വ്യൂ ഇല്ല. സോ ലെവൽ 3 പോവാം. ഓക്കെ, സോറി, ലെവൽ 2 പോവാം. ഇവിടെ ഞാനൊരു റൂഫ് വരച്ചു കൊടുക്കുകയാണ്. സെയിം ഇത് തന്നെ എടുക്കുക. ഒരു 60 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുക്കുക. ഓക്കെ, വരച്ചിട്ടുണ്ട്. ദെൻ ഞാൻ മോഡിഫൈ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ എസ്കേപ്പ് പ്രസ് ചെയ്യാം. ദെൻ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഡിഫൈൻ സ്ലോപ്പ് ഓഫ് ചെയ്തു. ഇതും ഡിഫൈൻ സ്ലോപ്പ് ഓഫ് ചെയ്തു. ഓക്കെ, ദെൻ ടിക്ക് കൊടുത്താൽ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനായി വരും. ഓക്കെ, അപ്പം ഇത് താഴെ വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ലെവൽ 2 നമ്മൾ മാറ്റിയിട്ട് ലെവൽ 3 മാറ്റിയാൽ മതി. അപ്പോൾ അത് ലെവൽ 3 അസൈൻ ആവും. ഓക്കെ, നമ്മുടെ ആ ഒരു സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്കിത് വേണമെങ്കിൽ താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പം എനിക്കതല്ല വേണ്ടത്, എൻ്റെ ലെവൽ 3 തന്നെയാണ് നിൽക്കേണ്ടത്. സോ ഞാൻ ഈ വോൾ സെലക്ട് ചെയ്തു. SA ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ എല്ലാ വോളും സെലക്ട് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സെലക്ട് ചെയ്യേണ്ടി വരും. അതിനായിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു. എന്നിട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്തു. സോറി, ഞാൻ ഇതിനെ വയർ ഫ്രെയിമിലോട്ട് മാറ്റുകയാണ്. സെലക്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. കണ്ടില്ലേ? എന്നിട്ട് ഇത് സെലക്ട് ചെയ്തു. ബാക്കിൽ ഒരെണ്ണം ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വരച്ചാൽ മതി. ഞാനിത് വരച്ചതേ ഉള്ളൂ. ദെൻ നമ്മുടെ ഈ 4 വോളും ഓക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഷെയ്ഡിലോട്ട് മാറ്റാൻ മനസ്സിലാവും. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് ടു ടോപ്പ് ബേസ്. ഈ ടോപ്പിൽ മോഡിഫൈ പാനലിൽ കാണാൻ പറ്റും അറ്റാച്ച് ടു ടോപ്പ് ബേസ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ബേസ് ഉണ്ട്, ടോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് അറ്റാച്ച് ചെയ്യാം. അപ്പം എവിടെയാണോ അറ്റാച്ച് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ റൂഫിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സോ അതവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്.
ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു താഴേക്ക് പോയാൽ ഇതേ വെളിയിലോട്ട് കിടക്കല്ലേ, സോ അത് വേണ്ട, നമുക്ക് അത് റൂഫിൽ തന്നെ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് വീണ്ടും അറ്റാച്ച്ഡ് ടോപ്പ് ബേസ് കൊടുക്കാം, അവിടുന്ന് ബേസ് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ റൂഫ് സെലക്ട് ചെയ്യാം. അപ്പം നമ്മുടെ അത് താഴെ അറ്റാച്ച് ആയിട്ടുണ്ട്. നോക്കാം, കണ്ടില്ലേ? അപ്പം നമ്മുടെ ഈ റൂഫിന് മുകളിലായിട്ടാണ് ഇപ്പം ഈ സ്ട്രക്ചർ എല്ലാം നിൽക്കുന്നത്. ദെൻ നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് ഈ റൂഫിൽ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് നമുക്ക് മോഡിഫൈ പാനലിൽ പോവാം. എല്ലാത്തിനും പുറത്തു പോകാം. അതായത് എസ്കേപ്പ് 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ മോഡിഫൈ 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ മോഡിഫൈ പാനലിൽ ചെല്ലുക. അവിടെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ജോയിൻ ഓർ അൺജോയിൻ ഗ്രൂപ്പ് റൂഫ് എന്നും പറഞ്ഞു. ഓക്കെ, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഏത് റൂഫിലാണോ നിങ്ങൾക്ക് ഏത് റൂഫിൻ്റെ എഡ്ജാണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത്, ഓക്കെ, അതിൻ്റെ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അത് ഇവിടെ ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ എവിടെയാണോ അറ്റാച്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. എനിക്ക് ഈ റൂഫിൻ്റെ ഈ ഒരു ഫേസിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം ഇപ്പുറത്തോട്ട് വന്നാൽ ഈ ഫേസ് ആവും, സോ അത് വേണ്ട, എനിക്ക് ഈ ഫേസിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പയ്യെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം അവിടെ ഒരു ബ്ലൂ ലൈൻ ചുറ്റും വരുന്നത് കാണാം. അപ്പം തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ റൂഫ് അവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം നമ്മുടെ ഡോർമർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഓപ്പണിംഗ് വേണം. നിങ്ങൾക്ക് താഴെ കാണാം, ഇവിടെ ഓപ്പണിംഗ് ഒന്നുമില്ല. സോ നമുക്കത് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ആർക്കിടെക്ചർ ടാബിൽ ഡോർമർ ഓപ്പണിംഗ് ആണ്, കണ്ടില്ലേ? ഓപ്പണിംഗിനകത്ത് ഡോർമർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഡോർമർ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് സ്ട്രക്ചറാണോ അല്ലെങ്കിൽ ഏത് സർഫസ് ആണോ കട്ട് ചെയ്യേണ്ടത് ആ ഒരു സർഫസ് ആണ്. നമ്മുടെ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വലിയ റൂഫാണ്. അപ്പോൾ ഞാൻ ആ വലിയ റൂഫ് സെലക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു വൈറ്റ് കളർ ഓവർറൈഡ് പോലെ കിടക്കുന്നത് കാണാം. കണ്ട് ഇങ്ങനൊരു വ്യൂ കിട്ടും. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു കളക്ഷൻ കിട്ടും. അപ്പം എൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വോളും എഡ്ജസ്റ്റും ആണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇവിടുന്ന് ഈ നമ്മുടെ വിഷ്വൽ സെറ്റിങ്സിൽ നിന്ന് ഇതിനെ വയർ ഫ്രെയിമിലോട്ട് മാറ്റുക. അപ്പം നമുക്ക് ഉള്ളിലുള്ള ലൈൻസ് കിട്ടും. ആ ഉള്ളിലുള്ള ലൈൻസ് ആണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശം ഞാൻ ഈ വോൾസിൻ്റെ എല്ലാം ഉള്ളിലുള്ള ലൈൻസ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, വോളിൻ്റെ എല്ലാം ഉള്ളിലുള്ള ലൈൻസ് സെലക്ട് ചെയ്തു. ദെൻ ഫില്ലറ്റ് യൂസ് ചെയ്തിട്ട് ഇത് ജോയിൻ ചെയ്യാണ്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ജോയിൻ ചെയ്തു. ദെൻ ടിക്ക് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ആയി കിട്ടും, കണ്ടില്ലേ? ദെൻ നമുക്കത് ഷെയ്ഡഡിലോട്ട് മാറ്റാം. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കിട്ടും. നമ്മുടെ ഓപ്പണിംഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിത് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഒരു വിൻഡോ കൊടുക്കുകയാണ്. വിൻഡോയും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോർമർ ക്രിയേറ്റ് ആയി കിട്ടുന്നുണ്ട് വിത്ത് ഓപ്പണിംഗ്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പം ഈ വോളിൻ്റെ ഉള്ളിലാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ബാക്കിലോട്ട് ഈ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അത് സിമ്പിളാണ്. ഞാൻ ഈ ബാക്കിലത്തെ ഇതങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. അത് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഞാൻ ഇതെല്ലാം പഴയതുപോലെ ആക്കുകയാണ്. Ctrl+Z യൂസ് ചെയ്യാൻ നമുക്ക് പഴയതുപോലെ ആവാൻ. ഓക്കെ, നമുക്കിപ്പം പഴയതുപോലത്തെ ആ ഒരു ഓപ്പണിംഗ് ഇല്ലാത്ത സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ഞാൻ ഇതിനെ വയർ ഫ്രെയിമിലോട്ട് മാറ്റിയിട്ട് ബാക്കിലത്തെ ആ ഒരു വോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, പക്ഷേ വ്യത്യാസമൊന്നുമില്ല. സ്ട്രക്ചർ അതുപോലെ തന്നെ കാണും, ആ ബാക്കിലത്തെ വോൾ കാണില്ല. ദെൻ നമ്മൾ പഴയതുപോലെ ഡോർമർ സെലക്ട് ചെയ്തു, ഈ വലിയ റൂഫ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ വയർ ഫ്രെയിമിലോട്ട് മാറ്റി. ദെൻ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാളിൻ്റെ എഡ്ജ്, ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ്, നെക്സ്റ്റ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റൂഫിൻ്റെ ഈ ഒരു എഡ്ജ്, ഉള്ളിലത്തെ ആ എഡ്ജ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം അതിങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്. ദെൻ ഞാൻ ഇവിടുന്ന് ഫില്ലറ്റ് യൂസ് ചെയ്തു, ഇതും ജോയിൻ ചെയ്തു, ഇതും ജോയിൻ ചെയ്തു. ദെൻ ടിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം, ഷെയ്ഡിലോട്ട് മാറ്റാം. ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ടായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നേരത്തെ ഒരു സ്ക്വയർ പോലെ ആയിരുന്നു, പക്ഷേ ഇപ്പം നമ്മുടെ ആ റൂഫിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കിപ്പം സ്ലോപ്പ്ഡ് റൂഫൊക്കെ ചെയ്യുമ്പം നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളെന്താ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുപരി നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.